നമ്മുടെ അണ്ടർ ആമിൽ പിഗ്മെന്റേഷൻ വരാറുണ്ടല്ലേ? ഇത് ഒരുപാട് റീസൺ കാരണം വരാറുണ്ട്. ഒന്ന് നമ്മൾ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടുന്നുണ്ടെങ്കിൽ അത് അവിടെ ഉരഞ്ഞിട്ട് പിഗ്മെന്റേഷൻ വരാം. നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ ഡ്രൈ ഷേവോ അതായത് ഒന്നും അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് വരാം. പിന്നെ പാരമ്പര്യമായിട്ട് നമുക്കൊരു പിഗ്മെന്റേഷൻ വരാം. പിന്നെ നമുക്ക് ബോഡിയിൽ തടി കൂടുതലാണെങ്കിൽ ഒബിസിറ്റി പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിലോ ഡയബറ്റിക് മെൽറ്റസ് ഉണ്ടെങ്കിലും നമുക്ക് അവിടെ ഒരു സ്കിൻ തിക്നെസ് കാരണം ഇങ്ങനെ ഒരു പിഗ്മെന്റേഷൻ വരാം. എന്ത് വന്നാലും നമുക്ക് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസ് ആണ്. ഇത് നമ്മളെ ഡെഡ് സ്കിന്നെ റിമൂവ് ചെയ്യാനായിട്ട് അത് കാരണം ഒരു പരിധി വരെ അണ്ടർ ആം പിഗ്മെന്റേഷൻ കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല അണ്ടർ ആം റോൾ ഓൺസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വിഷ് കെയറിനെയും ഈ ബോഡി വേസിനെയും അണ്ടർ ആം റോൾ ഓൺ അത്യാവശ്യം നല്ലതാണ്. കെമിസ്ട്രി പ്ലേഡതും നല്ലതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്കിൻ നന്നായിട്ട് അവിടുത്തെ ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഷേവ് ചെയ്യുമ്പോൾ എപ്പോഴും ഡ്രൈ ഷേവ് ചെയ്യാതെ വെറ്റ് ഷേവ് ചെയ്യുക. അതായത് നിങ്ങൾ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുന്ന കണ്ടീഷണർ അല്ലെങ്കിൽ ഷേവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ജെൽസ് ഇതെന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വേണം ഷേവ് ചെയ്യാനായിട്ട്. ഹെയർ ഗ്രോത്തിൻ്റെ സ്പേസിലോട്ട് വേണം ഷേവ് ചെയ്യാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബുക്സ് ചോദിച്ചിട്ട് ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട.